ഒരു സംഘടനയുടെ നേതാവ് കൂടിയാണ് AP അബൂബക്കർ മുസ്ലിയാർ. ആ നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുമായും ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയും അതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അസാമാന്യമായ മെയ്വഴക്കം കാണിക്കുന്ന ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം. അതിനും പുറമെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ നേതാവ് എന്നതിലപ്പുറം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദവി കൂടി അലങ്കരിക്കുന്ന ഒരു മാന്യദേഹമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ അഭിപ്രായം നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെയും മറ്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലുള്ളവരെയും ഒക്കെ ധരിപ്പിക്കാൻ നിരന്തരം സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വന്ന് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ കാണുന്നില്ല എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും BJP ഗവൺമെന്റും നരേന്ദ്രമോദി സർക്കാരിന്റെയും പല നിലപാടുകളോടും പല നീക്കങ്ങളോടും വളരെയേറെ പ്രതിഷേധവുമുണ്ട് എന്നത് സത്യമാണ്. പൗരത്വ രജിസ്റ്റർ ആണെങ്കിലും മറ്റ് നിയമതലത്തിൽ പാർലമെന്റിൽ പാസാക്കുന്ന മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലുമാണെങ്കിലുമൊക്കെ മറ്റ് മുസ്ലിം സംഘടനകൾക്ക് വളരെ ശക്തമായ വിയോജിപ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരരക്ഷിതാവസ്ഥയും ഈ കേന്ദ്ര ഭരിക്കുന്ന ഗവൺമെന്റിലില്ല എന്ന് അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ജയിലുകളിൽ, നിയമങ്ങളിൽ, അതുപോലെ ബുൾഡോസർ രാജ് എന്ന് തുടങ്ങി മുസ്ലിം സമൂഹം കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ എന്നത് തന്നെയാണ് സത്യം. അത് മറ്റൊരർത്ഥത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണോ AP അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന ആശങ്ക മുസ്ലിം സംഘടനകൾക്കും ഇവിടെ കാര്യങ്ങളെ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കുമൊക്കെ ഉണ്ട് എന്നതാണ് സത്യം. നേരത്തെ പറഞ്ഞ റഹ്മത്തുള്ള ഇവിടെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ഐക്യത്തിന്റെ ചില ചർച്ചകൾ അതിന്റെ ഒരു പ്രാരംഭഘട്ടമൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ സംസ്ഥാന ചില നേതാക്കന്മാരെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഒരു ഐക്യത്തിൻ്റെ ഒരു സമയമല്ലേ, ഞങ്ങളിതിൽ പ്രതികരിക്കുന്നില്ല, ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്, പക്ഷേ പരസ്യമായി ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പരസ്യമായി സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അസ്വസ്ഥതയുണ്ട് ഈ പ്രസ്താവന എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയല്ലേ അത്? AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ പിന്തുണച്ച് ഇന്ത്യയിലെയോ കേരളത്തിലെയോ മറ്റൊരു മുസ്ലിം സംഘടനയും രംഗത്ത് വന്നിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് സമുദായത്തിലെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് വളരെ തീർച്ചയാണ്. എന്നാൽ സമസ്തയിലെ സുന്നികളുടെ ഐക്യം എന്ന മൗലിക പ്രധാനമായ ഒരു